കാർത്തിക് നാരായൺ പുള്ളിയുടെ സംവിധാനത്തിൽ വന്ന നിറങ്ങൾ 3 എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ആക്ച്വലി പുള്ളി മാരൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് തോന്നുന്നു ഈ സിനിമ എടുത്തിട്ടുള്ളത്. പുള്ളിയുടെ സ്വപ്നതുല്യമായ ഒരു യുവ സംവിധായകന് കിട്ടേണ്ട ഒരു തുടക്കമാണ് ധ്രുവങ്ങൾ 16 എന്ന സിനിമ ഇറങ്ങുന്നതും പുള്ളി അത്രയും വാണ്ടഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറായി മാറുന്നതും പിന്നീട് എത്തുന്ന നരകാസുരൻ കാസ്റ്റിംഗിലായാലും അതിന് ടീസറിന് കിട്ടിയ ഒരു ക്വാളിറ്റി ആയാലും ഭയങ്കരമായിട്ട് അപ്ലോസ് ഒക്കെ കിട്ടിയെങ്കിലും ആ സിനിമ പെട്ടിയിൽ ഇരുന്ന് പോകുമ്പോൾ ഒരു വികാരമുണ്ട്. പിന്നീട് വന്ന മാഫിയ ആയാലും മാരൻ എന്ന സിനിമയായാലും ആ ഒരു ഷോക്ക് പുള്ളിക്ക് കിട്ടിയ അത്രയും വലിയ തുടക്കത്തിന് ശേഷം പറ്റിയൊരു ഭയങ്കര ഒരു അൺലക്കി എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനെ അവിടെ നിന്നും ഒരു സിനിമ എടുക്കുക എന്നുള്ള ഒരു സംഭവമുണ്ട്. പിന്നീട് ആ ക്വാളിറ്റി പുള്ളിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. മാഫിയ അത്യാവശ്യം നല്ല സിനിമയാണെങ്കിൽ പോലും മാരൻ ഒട്ടും കൺവിൻസിങ് അല്ലാത്ത ഒരു മൂവിയായിരുന്നു. സ്റ്റിൽ ഈ നിറങ്ങൾ 3 എന്ന സിനിമയിലോട്ട് വരുമ്പോൾ മേക്കിങ്ങിൽ പുള്ളി ഒരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. ഡിഫറെൻറ്റ് നോൺ ലീനിയർ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈം ലൈനിൽ പറഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒരേ സംഭവങ്ങൾക്കും ഉള്ളിൽ അല്ലാതെ ഓരോ സംഭവം റിലേറ്റഡ് ആണ്. എന്നാൽ അത് കാണിച്ച രീതി അല്ലെങ്കിൽ നരേറ്റ് ചെയ്ത കുറച്ച് ഡിഫറെൻറ്റ് ടൈം ലൈനിൽ കാണിച്ച് കൊണ്ടുപോയി നമ്മളെ ഒരു അത്യാവശ്യം നമ്മളെ ക്രിപ്പിംഗ് ആയിട്ട് ഇരുത്താനുള്ള ആദ്യത്തെ കുറച്ച് നേരം നന്നായിരുന്നു. നിറങ്ങൾ 3 എന്ന സിനിമയിൽ ആദ്യം വളരെ രസകരമായി എന്തു സംഭവിക്കാൻ പോകുന്നു എന്ന രീതിയിൽ കൊണ്ടുപോവുകയും നല്ല ഇന്റർവെൽ ബ്ലോക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് സിനിമ ഇത്രയേ ഉള്ളോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു അവസാനവും മടുപ്പുമാണ് സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെ സിനിമയുടെ തുടക്കം തൊട്ട് കാണിക്കുന്ന ഈ നോൺ ലീനിയാരിറ്റി സംഭവമുണ്ട്. നമുക്ക് ഓരോന്നും കണക്ട് ചെയ്ത് വരുമ്പോൾ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് കഥ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇനി എന്താണ് അടുത്തതെന്ന് തോന്നിക്കുമെങ്കിലും അവസാനം ഇതാണോ അടുത്തത്, ഇത്രയേ ഉള്ളൂ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആ ഹൈ പോയതിനെ യൂസ് ചെയ്യാതെ ഒറ്റയടിക്ക് താഴോട്ട് പോയ ഒരു അവസ്ഥ എനിക്ക് ഫീൽ ചെയ്തു. അതിൽ എടുത്തു പറയേണ്ടത് ജെയ്ക്സ് ബിജോയിൻ്റെ സ്കോറിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പഴയ പാട്ടുകൾ വെച്ചിട്ടുള്ള സ്പോട്ടൊക്കെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഇന്റർവെൽ ബ്ലോക്കൊക്കെ നൈസായിരുന്നു. അഥർവ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തു. പുള്ളി ആ ഡ്രഗൊക്കെ അടിച്ചതിന് ശേഷമുള്ള പുള്ളിയുടെ ഇമാജിനേഷനൊക്കെ കാണിച്ചു തന്നായിരുന്നു. പിന്നെ പുള്ളി ഞാൻ പറഞ്ഞ പോലെ കാർത്തിക് നാരായൺ എന്നുള്ള ഡയറക്ടർ അത്യാവശ്യം മരുന്ന് കയ്യിലുള്ള പുള്ളിയാണ്. ഒന്നുകൂടെ ശ്രദ്ധിച്ച് ഞാൻ ആദ്യം അതുകൊണ്ടാണ് അത് പറയാൻ കാരണം അങ്ങനെ ഒരു സെറ്റപ്പിൽ ആരായാലും മടുത്തു പോകും. അത്രയും നല്ലൊരു തുടക്കം കിട്ടിയതിന് ശേഷമുള്ള ഒരു പ്രൊജക്റ്റ് അത് ഇങ്ങനെ പുറം കാണാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉള്ള ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. ഒരുപക്ഷെ ആ സിനിമ വന്നതാണെങ്കിൽ മേ ബി കരിയർ ഭയങ്കര ബിഗ് സ്റ്റാർസിൻ്റെ കൂടെ ഒക്കെ പടം ചെയ്യേണ്ട ഒരു ഇതാണ്. പക്ഷെ പുള്ളിയുടെ കാസ്റ്റിംഗ് ഒക്കെ പുള്ളി ശ്രദ്ധിക്കുന്നത് ഭയങ്കരമായിട്ടുള്ളതാണ്. ഇതിലാണെങ്കിൽ അഥർവ, റഹ്മാൻ, ശരത് കുമാർ തുടങ്ങിയ നല്ലൊരു ഡിഫറെൻറ്റ് കാസ്റ്റ് തന്നെ സിനിമയിലുണ്ട്. എനിക്ക് ശരത് കുമാർ പുള്ളിയുടെ ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ക്യാരക്ടറൈസേഷനൊക്കെ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസും സൗണ്ട് മോഡുലേഷനൊക്കെ എല്ലാം പക്ക ആപ്റ്റ് ആയിരുന്നു ആ റോളിന്. എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം അതൊന്നാണ്. പിന്നെ റഹ്മാൻ പുള്ളി ആ വേഷം നന്നായി തന്നെ ചെയ്തു. ഒരു പരിധി എത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും പുള്ളിയുടെ ക്യാരക്ടറിൻ്റെ ഒരു ആർക്ക്. അപ്പോൾ ഫൈനലി ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് നമ്മൾ പുറമേ കാണുന്ന നല്ലതും ചീത്തയൊന്നും അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ ആ സിനിമയുടെ പേര് സൂചിക്കുന്ന പോലെ എല്ലാവർക്കും ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രമല്ല ഗ്രേ ഷെയ്ഡ് ഉണ്ട് എന്നുള്ള ഇത് കുറേ സിനിമകൾ പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒന്നുകൂടെ ഊന്നി പറയുന്ന ഒരു സംഭവമാണ്. എല്ലാവർക്കും കുറേ വശങ്ങളുണ്ട്, 3 നിറങ്ങളുണ്ട് എന്ന് പറയുന്ന അത് മറ്റൊരു രീതിയിൽ പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഒരു ആവറേജിന് അപ്പുറത്തേക്ക് ഈ സിനിമ പോകാത്തതിന് പല കാരണങ്ങളുണ്ടാവും. ഈ സിനിമയിൽ അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്ലോട്ട് നമ്മളെ എക്സൈറ്റ്മെന്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നെങ്കിലും ഒരു എക്സൈറ്റ്മെന്റ് മിസ്സിംഗ് ആയിരുന്നു, ഒരു ഹൈ മൊമെന്റ് മിസ്സിംഗ് ആയിരുന്നു. ഒരു പരിധി വരെ ആ മേക്കിംഗ് കൊണ്ട് ഈ സിനിമ കൊണ്ടുപോകുന്നു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ പോയി കാണുക കാർത്തിക് നാരായണന്റെ നിറങ്ങൾ 3 കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ.